പ്രിയ സുഹൃത്തെ, കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിലെ ഒരു നിക്ഷേപ സുഹൃത്തായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പം നിലവിൽ 42 വയസ്സാണ്. അദ്ദേഹത്തിനും വൈഫിനും കൂടി ഏകദേശം 4 ലക്ഷം രൂപയോളം സാലറി ഉണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്: സാറ്, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ മക്കളെ പഠിപ്പിക്കണം, പിന്നെ അതോടൊപ്പം തന്നെ നാട്ടിലൊരു വീട് വെക്കണം, പിന്നെ അധികം താമസിക്കാതെ അടുത്തൊരു 10-15 വർഷത്തിനുള്ളിലെങ്കിലും ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് സെറ്റിൽഡ് ചെയ്യണം. പക്ഷേ എൻ്റെ പക്കൽ ആകെ സമ്പാദ്യമുള്ളത് വെറും 15 ലക്ഷം രൂപ മാത്രമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പക്കൽ ഞാൻ ആദ്യം ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കൾ ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്? ആ സമയത്ത് പറഞ്ഞു അദ്ദേഹം ഏകദേശം 20 വർഷത്തോളമായി ദുബായിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം താങ്കൾക്ക് അവിടെ എത്ര രൂപയാണ് സാലറി ഉണ്ടായിരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ രൂപയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 20,000 രൂപയാണ് സാലറി ഉള്ളത്. അതായത് ഇന്ന് അദ്ദേഹത്തിൻ്റെ സാലറി അദ്ദേഹത്തിൻ്റെ വൈഫിന് കൂടി 4 ലക്ഷം രൂപയാണ്. അതായത് 20 വർഷം കൊണ്ട് ഏകദേശം ഇദ്ദേഹത്തിൻ്റെ വരുമാനം 20 മടങ്ങായി. അന്നും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിക്ഷേപിക്കാൻ പണമില്ല, ഇന്നും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിക്ഷേപിക്കാൻ പണമില്ല. എന്താണ് ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വില്ലൻ്റെ പേരാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനെ നമുക്ക് കീഴടക്കാൻ നമ്മൾ സാധിച്ചില്ലെങ്കിൽ, ഇപ്പം ഈ പറഞ്ഞ വ്യക്തിക്ക് 4 ലക്ഷത്തിന് പകരം നാളെ 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാലും ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ മാറും. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്താണ്, എങ്ങനെ നമുക്കിതിനെ കീഴടക്കാം എന്നതിനെക്കുറിച്ചാണ്. നിരവധി പേർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമാണ് എന്ന് ബോധ്യമായ ഈ വീഡിയോ താങ്കളെല്ലാ സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച ടിപ്സ് പവർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്. മൈ നെയിം ഈസ് പ്രൊഫസർ ഡയസ്. തൊമ്മിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. ഇത് മനസ്സിലാക്കി ഇതിനെ കീഴടക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് സമ്പന്നനാകാൻ സാധിക്കില്ല. അതായത് 2 തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ട്. അതായത് നോർമൽ ഇൻഫ്ലേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ടുള്ള ഇൻഫ്ലേഷനുണ്ട്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് ഇന്നിപ്പോൾ 1 കിലോ ഒരു അരിയുടെ വില 100 രൂപയാണ് എന്ന് വിചാരിക്കാം. 100 രൂപയാണ്. ഇപ്പോൾ ഈ ഒരു വർഷം ഒരു 7% ഇൻഫ്ലേഷൻ ഉണ്ടായി, നോർമലായിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ, വില വർധനവ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം ഈ അരിയുടെ വില 107 രൂപയായി. 107 രൂപ. ഇതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ അരിയല്ല വാങ്ങിയത്, ഇതിനേക്കാൾ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ അരിയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ആ അരിയുടെ ആ സമയത്തുള്ള വില 150 രൂപ. അപ്പോൾ ഇവിടെ 7 രൂപയാണ് കൂടിയത്, 7% കൂടിയത്. പക്ഷേ ഇവിടെ വ്യത്യാസം വന്നത് 50 രൂപയാണ്. 50 രൂപ, അതായത് 50%. എൻ്റെ വരുമാനം കൂടിയ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും, ഇപ്പൊ ഈവൻ മൊബൈൽ ഫോൺ, കാറ്, വാച്ച്, ചെരുപ്പ്, ഡ്രസ്സ്, ഇതുപോലെയുള്ള ഓരോ സാധനത്തിൻ്റെയും അതേ പഴയ ആ ക്വാളിറ്റിയിലുള്ള സാധനമെല്ലാം നമ്മൾ വാങ്ങുന്നത്, നമ്മൾ അതിനേക്കാൾ പ്രീമിയം ആയിട്ടുള്ള സംഭവത്തിലേക്ക് നമ്മൾ പോകും. പക്ഷെ അവിടെ ഇപ്പൊ നമ്മൾ വരുമാനം കൂടുന്നത് ചിലപ്പോൾ 10% അല്ലെങ്കിൽ 20% ഒക്കെ ആയിരിക്കും നമ്മൾ വരുമാനം കൂടുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അതിൽ വരുന്ന വർധനവ് എന്ന് പറഞ്ഞാൽ 50%, 100%, 200% ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതിനെ നമുക്ക് കൺട്രോള് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സമ്പന്നനാകാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു സിമ്പിളായിട്ട് 2 വ്യക്തികളെ വെച്ചിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമ്മുടെ ജോസിച്ചനുണ്ട്, ഇവിടെ നമ്മുടെ തൊമ്മിച്ചനുണ്ട്. ഇവർക്ക് 2 പേർക്കും സാലറി വരുന്നത് 2 ലക്ഷം രൂപയാണ് എന്ന് വിചാരിച്ചു. 2 ലക്ഷം രൂപയാണ്.
ഇവർക്ക് ഈ ഒരു വർഷം ഒരു ഇൻക്രിമെന്റ് ഒരു 50,000 രൂപ കിട്ടി. 50,000 രൂപ കിട്ടി. എങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഇൻഫ്ലേഷൻ നമ്മളെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ 50,000 രൂപ നമ്മുടെ ജോസിച്ചന്റെ പക്കൽ കിട്ടിയ സമയത്ത് തന്നെ ജോസിച്ചൻ ഒരു തീരുമാനം എടുത്ത് പുതിയൊരു കാർ വാങ്ങി. അപ്പൊ അതിന്റെ EMI വരുന്നത് 50,000 രൂപയാണ്. അപ്പൊ ആദ്യം ഈ ഒരു വർഷം ഇൻക്രിമെന്റ് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം കാർ അപ്ഗ്രേഡ് ചെയ്തു. അപ്പൊ ഈ കിട്ടിയ പൈസ മൊത്തം നേരെ എന്ത് പറ്റി, ഈ കാറിലേക്ക് പോയി. പിന്നെ ഇതിനു പുറമെ ഈ ഒരു സംഭവത്തിൽ സാധാരണ രീതിയിൽ ചെലവഴിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ കുറെ കാര്യങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവം, അതായത് ഒരു വർഷം മുമ്പ് അദ്ദേഹം ഗ്രോസറിക്ക് ചെലവഴിച്ച ആ ഒരു എമൗണ്ട് ആയിരിക്കില്ല ഇന്ന് ചെലവഴിക്കേണ്ടത്. പക്ഷെ എക്സ്ട്രാ വന്ന ഫുൾ എമൗണ്ട് ഇദ്ദേഹം കാറിന് വേണ്ടി ചെലവഴിച്ചു. ഇനി അടുത്ത വർഷം ഇദ്ദേഹത്തിന് ഇൻക്രിമെന്റ് കിട്ടി. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഫാമിലി ഫോറിൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അതിനു വേണ്ടി ഒരു ചെറിയൊരു ലോൺ എടുത്തു. അടുത്ത വർഷം ഇദ്ദേഹത്തിന് ഒരു ഇൻക്രിമെന്റ് കിട്ടി. ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഫ്ലാറ്റ് മാറ്റിയിട്ട് വേറെ ഒരു വാടക വീട്ടിലേക്ക് മാറി. ഇതേപോലെ ഓരോ വർഷവും ഇൻക്രിമെന്റ് കിട്ടും തോറും ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ 10, 15, 20 വർഷം കഴിയുന്ന സമയത്തും ഇദ്ദേഹത്തിന്റെ പക്കല് വരുമാനം പല മടങ്ങായിട്ടും ഇദ്ദേഹത്തിന്റെ പക്കൽ ഒരു സമ്പാദ്യം ഇല്ലാത്ത അവസ്ഥയിലേക്കായി. ഇന്ന് 10 വർഷം, 15 വർഷം, 20 വർഷം ആയിട്ടും താങ്കളെ സംബന്ധിച്ച് സമ്പാദ്യം ഇല്ലെങ്കിൽ താങ്കൾ ഫോളോ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇതായിരിക്കും. അതേസമയം നമ്മുടെ തൊമ്മിച്ചൻ എന്താണ് ചെയ്തത്? തൊമ്മിച്ചനും ഇവിടെ 50,000 രൂപയാണ് തൊമ്മിച്ചനും ഇവിടെ സാലറി കിട്ടുന്നത്. പിന്നെ ഈ 2 ലക്ഷം രൂപയിൽ 30%, അതായത് 60,000 രൂപയുടെ ഒരു തുക ഇദ്ദേഹം SIP വഴി ഇപ്പൊ സ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ ഈ 50,000 രൂപ കിട്ടിയ സമയത്ത് തൊമ്മിച്ചൻ എടുത്തൊരു തീരുമാനം ഇതാണ്: എനിക്ക് എന്ത് ഇൻക്രിമെന്റ് കിട്ടുന്നു അതിന്റെ 50% ഞാൻ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റും. ബാക്കി 50% വെച്ച് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വേണ്ട ഇമ്പ്രൂവ്മെന്റ്, ഇൻഫ്ലേഷൻ, അതിനെല്ലാം ഞാൻ ടേക്ക് കെയർ ചെയ്യും. അതായത് എന്ത് ഇൻക്രിമെന്റ് വരുന്നോ അതിന്റെ 50% ഞാൻ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റും. കാരണം ഇത്ര നാളും ആ വരുമാനം ഇല്ലാതെയല്ലേ ജീവിച്ചത്. ഈ സമയത്ത് ഈ 50,000 കിട്ടുന്ന സമയത്ത് നേരെ അത് മൊത്തം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ 50% നേരെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി 50% സ്പെൻഡ് ചെയ്യുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഇവിടെ നമ്മുടെ തൊമ്മിച്ചന്റെ ലൈഫിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആക്ച്വലി ഇപ്പൊ 2 ലക്ഷത്തിന്റെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,000 രൂപയാണ്. 60,000 രൂപയാണ്. ഇനി 2.5 ലക്ഷത്തിന്റെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 രൂപയാണ് വരുന്നത്. പക്ഷെ ഇവിടെ തൊമ്മിച്ചൻ എന്താ ചെയ്തത്? ഈ 50,000-ന് 50% ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൂട്ടി. അതായത് ഇതിനോടൊപ്പം തന്നെ 50,000-ന്റെ 50% എന്ന് പറഞ്ഞാൽ 25,000 രൂപ കൂടി ഇൻവെസ്റ്റ്മെന്റിൽ കൂട്ടി. അങ്ങനെ മൊത്തം 85,000 രൂപ. 85,000 രൂപ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 30% 34%. ഈ ഒരു പ്രിൻസിപ്പിള് ഇപ്പൊ തൊമ്മിച്ചൻ ഫോളോ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓട്ടോമാറ്റിക്കലി എമൗണ്ട് കൂടി എന്നത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പെർസെൻറ്റേജും 34%. അടുത്ത വർഷം ഇതേപോലെ 50% മാറ്റുന്ന സമയത്ത് 34 എന്നുള്ളത് 35, 36% ആവും. ഇങ്ങനെയാണ് നമുക്ക് ഗ്രാജുവൽ നമ്മളുടെ പെർസെൻറ്റേജ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 10%-ലാണ് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയത്. എന്നാൽ ഗ്രാജുവൽ ഞാൻ ഫോളോ ചെയ്ത ഒരു പ്രിൻസിപ്പിളാണ്, എനിക്ക് വരുമാനം ഞാൻ കൂട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഇത്ര ശതമാനം അത് ഞാൻ നേരെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി ആണ് ഇന്ന് എനിക്ക് ഏകദേശം 65% തുക ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റാൻ എനിക്ക് സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഇനി ഇത്ര നാള് എനിക്ക് നഷ്ടം വന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. പോയത് പോയി, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും നേടാൻ പറ്റില്ല. പക്ഷെ ഇന്ന് താങ്കൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈല് നമുക്ക് കൂട്ടണമെങ്കിൽ, ഇപ്പൊ നമുക്ക് ഈ വാച്ച്
വേണമെങ്കിൽ 1000 രൂപക്ക് വാച്ച് മേടിക്കാം. ഇതിപ്പോൾ ആപ്പിളിൻ്റെ വാച്ചാണ്, ഒരു 50,000 രൂപ വേണമെങ്കിൽ വാച്ച് വാങ്ങാം. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ഫംഗ്ഷൻ പോയ സമയത്ത് എൻ്റെ ഇപ്പുറത്തിരുന്ന വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ കയ്യിൽ കിടന്നിരുന്ന വെച്ചാൽ വാച്ച് 8 ലക്ഷം രൂപയുടെ വാച്ചായിരുന്നു. അതും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അദ്ദേഹത്തിന് തന്നെ വേറൊരു വാച്ച് ഉണ്ട് 15 ലക്ഷം രൂപയുടെ വാച്ച്. ആ 15 ലക്ഷം രൂപ വേണമെങ്കിൽ വാച്ച് വാങ്ങാം. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വരുമാനം എത്ര കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ചെലവഴിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെല്ലാത്തിനും നമ്മളൊരു പരിധി വെച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ ചെലവഴിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് സമ്പന്നനാകാൻ സാധിക്കില്ല. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ചിൻ ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.